പദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പഷ്മാണി രാത്രി ദിവസൗ സവിതാ ജനേത്രേ ബ്രഹ്മരന്ധ്ര പദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പഷ്മാണി രാത്രി ദിവസൗ സവിതാ ജനേത്രേ ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവ ഘനാസ്തവ കേശപാശാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. ലോകത്ത് ഈ അതല വിതല സുതല മഹാതല രസാതല പാതാളാദി ഭാഗങ്ങളും ഭൂർഭുവസ്വർ മഹർജനസ്തപസത്യം എന്നുള്ള ഭാഗങ്ങളും മാത്രം വർണ്ണിച്ചാൽ പോരാ. ഇനി അവ ഓരോന്നും വിശദീകരിച്ച് പറയാണ്. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഈ 7 7 14 ഘടകങ്ങളായി വിവരിച്ചാൽ വേർതിരിച്ചാൽ അതിനെ സൂക്ഷ്മാംശമായിട്ട് ഇനിയും വിശദീകരിക്കാം. ആധുനിക വൈദ്യശാസ്ത്രപ്രകാരം ശരീരത്തിൽ അനവധി സിസ്റ്റംസ്, ശ്വാസത്തിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം, അതേപോലെ എക്സ്ക്രീറ്ററി സിസ്റ്റം, പൾമനറി സിസ്റ്റം, ഇങ്ങനെ അനവധി സിസ്റ്റംസ് കൂടിച്ചേർന്നതാണ് എന്ന് ആധുനികോത്തരന്മാർ നമ്മളോട് പറയുന്നു. അതനുസരിച്ച് ഈ പ്രപഞ്ചത്തിലെ ഈ എല്ലാ സിസ്റ്റങ്ങളെയും പ്രപഞ്ച സംവിധാനത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും വിശദീകരിച്ച് വിശകലനം ചെയ്ത് പറയുകയാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ. ബ്രഹ്മരന്ധ്രപദമീശ വിശ്വകന്ദ, ലോകത്തിൻ്റെ മുഴുവനും അടിസ്ഥാന ശക്തിയായ ഭഗവാനെ, അവിടുത്തെ ബ്രഹ്മരന്ധ്രം എന്ന സുഷുമ്നാഗ്രം, അത് ഇതാ ബ്രഹ്മരന്ധ്രപദം ഈശ്വര വിശ്വകന്ദ ഛന്ദാംസി, അത് ശിരസിൻ്റെ ആ നടുവിൽ ആയിട്ട് ശോഭിക്കുന്നു. ബ്രഹ്മരന്ധ്രം പിളർന്നാണ് യോഗികൾ തൻ്റെ ജീവനെ പുറത്തേക്ക് കൊണ്ടുപോകണത്, പരബ്രഹ്മത്തിൽ ലയിപ്പിക്കണത് എന്നൊക്കെ പറയും. സാങ്കേതികമായിട്ട് ഉപയോഗിക്കുന്ന ആ ബ്രഹ്മരന്ധ്രം ഇന്നും പണ്ഡിതന്മാരും സയൻസ് പഠിച്ചവരും ഒക്കെ ആയിട്ടുള്ളവരുടെ അടുത്ത് അല്ലെങ്കിൽ ലാബറട്ടറിയിൽ പ്രത്യേകം ചെന്നാൽ അത് കാണിച്ചു തരും. ഒരു തലയോടെ എടുത്ത് നോക്കിയാൽ ബ്രഹ്മരന്ധ്രം പാകത്തിന് ഒരു മെംബ്രെയിനായിട്ട് നമുക്ക് ഇന്നും കാണാം. അപ്പോൾ ആ ബ്രഹ്മരന്ധ്രം എന്ന ചൈതന്യ കേന്ദ്രം അടിയിൽ നിന്ന് സുഷുമ്നയുടെ അറ്റം കൊണ്ടുവന്ന് മുകളിലെത്തിച്ച് അത് വിടർത്തി പരമാത്മത്തിലേക്ക്, പരമാത്മ ചൈതന്യത്തിലേക്ക് ലയിപ്പിക്കുക. അതിനുള്ള ആ പ്രവർത്തനം സാക്ഷാൽ ഈശ്വരനെ എത്രമാത്രം സ്വാധീനമാണോ അതുപോലെ ഓരോ മനുഷ്യനും സ്വാധീനമാണ്. അത് കാണിക്കാനാണ് അത് പ്രത്യേകം എടുത്തു പറയണത്. പിന്നെ വിസ്തരിച്ച് വേർതിരിച്ച് പറയുമ്പോൾ മേഘങ്ങൾ നമ്മൾ പ്രകൃതിയിൽ കാണുന്നുണ്ട്. അതെല്ലാം ഭഗവാന്റെ തിരുമുടികളാണ്, മുടി കേശപാശമാണ് എന്ന് സങ്കല്പിക്കുക. അതേപോലെ ബ്രഹ്മഗൃഹം, പുരികങ്ങൾ, ഭഗവാന്റെ പുരികങ്ങളുടെ ചലനം അനുസരിച്ചാണ് ഈ ലോകം ഉണ്ടായത് എന്ന് ആദ്യം പറയുണ്ടായി. അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ആ ഭാഗം പറഞ്ഞിരിക്കുന്നത്. പുരികങ്ങളുടെ ചലനം ബ്രഹ്മത്തിനുണ്ടായ ചലനമായിട്ട് സങ്കല്പിക്കാം. ചലനമില്ലാത്ത വസ്തു ചലിക്കാൻ തുടങ്ങി, നിരാകാരനായ വസ്തു സാകാരനായി, നിഷ്കളനായ വസ്തു സകളനായി എന്ന് പറയുന്നത് പോലെ ഇതാ ബ്രഹ്മസ്വരൂപൻ അനവധി രൂപങ്ങളായിട്ട് മാറി വരുന്നു. അതിൻ്റെ ആദ്യത്തെ ചലനം പുരികങ്ങളുടെ ചലനമാണ്. കൺപീലികളാണത്രേ രാപ്പകലുകൾ, കണ്ണടച്ചും തുറന്നും രാവും പകലും സൃഷ്ടിക്കുന്നതായിട്ടുള്ള കവിഭാവന. മകരകുണ്ടലങ്ങൾ, കണ്ണുകൾ സൂര്യചന്ദ്രന്മാരും, മകരകുണ്ടലങ്ങൾ സാഖ്യ യോഗങ്ങളായും സങ്കല്പിച്ചിരിക്കുന്നു. ആതപത്രന്തു വൈകുണ്ഠം
ദ്വിജാധാമാംഗമച്യുതം പക്ഷമാണി രാത്രി ദിവസവും സവിതാ ച നേത്രേ ചന്ദ്രമാ മനസോ ജാത ചക്ഷോ സൂര്യോ അജായത എന്നിങ്ങനെ വേദത്തിലെ വചനങ്ങൾ എടുത്തുകൊണ്ടാണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭട്ടതിരിപ്പാട് ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് വർണ്ണിക്കുന്നത്.